ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗോവിന്ദൻ റൂമിൽ നിന്ന് ഇറങ്ങി വന്നപ്പോഴേക്കും രഞ്ജു ചായ ആയിട്ട് വന്നിരിക്കണം. ഇത് ഗീതു കാണുവാട്ടോ. ഗീതു ഇങ്ങനെ ഇത് രണ്ടും കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു, രണ്ടിൻ്റെ സംസാരവും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ അങ്ങനെ ചായയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുന്നു, ബന്ധങ്ങളുടെ തീവ്രതയെപ്പറ്റി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. അങ്ങനെ വാചാലി ആയിക്കൊണ്ടിരിക്കുക രഞ്ജു. അപ്പോൾ നല്ല ചായയാണെന്ന് ഗോവിന്ദൻ പറഞ്ഞു. അതിന് കാഞ്ചനാക്കയ്ക്ക് നല്ല ചായ ഉണ്ടാക്കാൻ അറിയില്ലല്ലോ എന്നും പറഞ്ഞാൽ ഗീതു വരുന്നത്. അപ്പോൾ ഇത് ഞാൻ ഗോവിന്ദേട്ടന് വേണ്ടി തയ്യാറാക്കിയ ചായയാണെന്ന് രഞ്ജു പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഗീതുവിന് ദേഷ്യം വന്നു. അപ്പോൾ നല്ല സൂപ്പർ ചായ, വേണമെങ്കിൽ രഞ്ജുവിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ അയ്യോ, ഗീതുവിനെ പഠിപ്പിക്കാനുള്ള ശേഷിയൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞു അന്നേരം നമ്മുടെ രഞ്ജു. അപ്പോൾ ഇയാൾ എന്നോട് സംസാരിക്കുമല്ലേ എന്ന് ഗീതു ചോദിക്കുക. സാധാരണ മനഃപൂർവ്വം എന്നെ അവോയ്ഡ് ചെയ്യാറാണല്ലോ പതിവ്. അതെ, കയ്യിലിരിപ്പ് കൊണ്ടാണെന്ന് ഈ രഞ്ജു പറഞ്ഞു. കയ്യിലിരിപ്പോ അല്ലെങ്കിൽ സമ്പർക്ക ദോഷമെന്ന് പറയും. എൻ്റെ സമ്പർക്കത്തിന് എന്താ ദോഷമെന്ന് ഗീതു ചോദിച്ചു. പറയാൻ പറഞ്ഞു. എന്താ എൻ്റെ കുഴപ്പം എന്താണെന്ന് ഈ മുഖത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. എൻ്റെ മുഖത്തല്ല ഉള്ളതേ, ഇയാൾ വായിക്കണ്ടെന്ന് പറഞ്ഞു. ഇത് രഞ്ജു എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാ, അങ്ങനെ വഴക്കുണ്ടാക്കരുത് എന്ന് ഗോവിന്ദൻ ഗീതുവിനോട് പറയുമ്പോൾ, ബെസ്റ്റ് ഫ്രണ്ടല്ല സ്പെഷ്യൽ ഫ്രണ്ടാണെന്ന് പറഞ്ഞു രഞ്ജു. യെസ് സ്പെഷ്യൽ ഫ്രണ്ട് എന്ന് ഗോവിന്ദനെ സമ്മതിച്ചു. ഇത് കേട്ടപ്പോൾ ഗീതുവിന് കലി വരുക. പോരാത്തതിന് നമ്മളോടൊപ്പം താമസിക്കുന്ന അതിഥി, അപ്പോൾ അതിന് മര്യാദ കാണിക്കണ്ടേ എന്ന് ഗോവിന്ദൻ ചോദിച്ചപ്പം, ആതിഥേയർക്ക് മാത്രമല്ല അതിഥിക്കും കുറച്ച് മര്യാദയൊക്കെ ആകാമെന്ന് പറഞ്ഞപ്പം, എങ്കിലെന്നെ അതിഥിയായിട്ട് കൂട്ടണ്ട, വീട്ടുകാരിയായിട്ട് അങ്ങ് കൂട്ടിക്കോളാൻ രഞ്ജു ഗീതുവിനോട്. ഇത് കേട്ടപ്പോഴും ഗീതുവിന് ദേഷ്യം വരുക. ഭക്ഷണത്തിലെ രുചിയിലൂടെയാണ് ഒരാൾ മറ്റൊരാളുടെ ഹൃദയത്തിലേക്ക് കയറി ചെല്ലുന്നത് എന്ന് കേട്ടിട്ടില്ലേ? ഇവിടെ എല്ലാവരുടെയും സ്നേഹത്തിന് വേണ്ടി ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് രഞ്ജു ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ സമ്മതിച്ചു. ഞാൻ അവള് നന്നായിട്ട് ഉണ്ടാക്കാം, ഞാൻ ഉണ്ടാക്കിക്കാടി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ, അത് ഞാൻ ഉണ്ടാക്കിയത് ശരിയാവില്ല കണ്ണേട്ടാ, ഒരു കാര്യം ചെയ്യാം, ഗീതുവിനെ കൊണ്ടുണ്ടാക്കിക്കാം എന്ന് പറഞ്ഞപ്പോൾ ഗീതു ഞെട്ടി. ഞാനോ? അപ്പോഴേക്കും നമുക്ക് യോഗ ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞപ്പോഴും ഗീതു ഞെട്ടി. യോഗയോ എന്നും ചോദിച്ചിങ്ങനെ നിൽക്കുക. യോഗ, അതിനിപ്പോൾ എന്താ, നിങ്ങൾ രണ്ടുപേരും കൂടി യോഗ ചെയ്യാൻ പോവുകയാണെന്ന് ചോദിച്ചു. എന്താ കുഴപ്പം? കുഴപ്പമുണ്ട്. ഇല്ല കുഴപ്പമില്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഗീതു ഇങ്ങനെ നിന്ന് പറയുന്നു. അപ്പോൾ രഞ്ജു ചിരിക്കുക. ഇന്നത്തെ യോഗ ഞാൻ ശരിക്കും എൻജോയ് ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ, എടി ദുഷ്ടേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഗീതു മനസ്സിൽ. അതെ, നല്ല വൈബാണെന്നൊക്കെ പറഞ്ഞപ്പോൾ എടാ ദുഷ്ടാ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു അങ്ങനെയും മനസ്സിൽ പറയുന്നു. ഞാൻ കുളിച്ചിട്ട് വരട്ടെ കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് വേഗം പോകുമ്പോഴേക്കും ഗീതു, ഇപ്പോൾ കുളിക്കാതെ ശുദ്ധിയും വൃത്തിയില്ലാതെയാണോ താഴെ കിച്ചണിൽ പോയി ചായ ഇട്ടതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഗീതു ഇങ്ങനെ ഓരോന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഗീതു ഇങ്ങനെ ചുമ്മാ വഴക്കുണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു. എന്നിട്ട് ഇവർ തമ്മിൽ സംസാരിച്ചതിന് ശേഷം നമ്മുടെ രഞ്ജു അങ്ങ് ഇറങ്ങിപ്പോയി. ഗീതുവിന് അന്നേരം ഒന്ന് സമാധാനമായത്. ഓടി ഗോവിന്ദൻ്റെ അടുത്തേക്ക് ചെന്നു. വൃത്തിയും വെടുപ്പില്ലാത്ത സാധനം, അവളുണ്ടാക്കുന്ന ഭക്ഷണം കഴിച്ചിട്ടേ ഫുഡ് പോയ്സൺ അടിച്ച് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകാമെന്നൊക്കെ ഗോവിന്ദനോട് ഗീതു പറയുന്നു. അതും പറഞ്ഞ് ഗീതു ദേഷ്യപ്പെട്ട് അങ്ങ് പോവുക. ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതെ അടങ്ങില്ല ഞാൻ, ഇതിനെ എല്ലാത്തിനും കൂടെ ചേർത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. യോഗ എൻജോയ്മെൻറ്റ്, കാല ശുശ്രൂഷ തരാൻ ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു അങ്ങ് പോകുമ്പോൾ ഗോവിന്ദൻ, ഇവർക്ക് ഇതെന്താ പറ്റിയേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കും കേട്ടോ അവിടെ. അങ്ങനെ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ അവിടെ അങ്ങനെ കഴിഞ്ഞു. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുക നമ്മുടെ ഗീതുവിനെയാണ്. ഗീതു ആണെങ്കിൽ അടുക്കളയിൽ കയറി രഞ്ജു വരുന്നതിന് മുന്നേ തന്നെ പാചകം അങ്ങ് തുടങ്ങി. പാചകം എന്ന് പറഞ്ഞാൽ കൊണ്ടുപിടിച്ച പാചകം, രേഖയ്ക്കും ആ കാഞ്ചനയ്ക്കും ഒപ്പം. അപ്പോൾ അങ്ങനെ ഇവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് രഞ്ജുവിൻ്റെ കാര്യവും ഇവരുടെ ഇടയിലേക്ക് സംസാരത്തിൽ വന്ന രഞ്ജു ഗോവിന്ദനെ കറക്കിയെടുക്കുമെന്ന് ഗീതു പാപ്പയ്ക്ക് വിഷമമാണ്, നല്ല പേടിയാണെന്നും പറഞ്ഞു. അപ്പം മിണ്ടാതെ നിന്ന് ജോലി ചെയ്യാൻ പറഞ്ഞുകൊണ്ട് രേഖ ദേഷ്യപ്പെട്ടു. അപ്പോൾ കാഞ്ചനൊക്കെ പറഞ്ഞോട്ടെ, ഞാൻ എന്തായാലും ഫൈറ്റ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു എന്ന് ഗീതു പാപ്പ, നമ്മൾ തമ്മിൽ എന്തൊക്കെ ഫൈറ്റ്, ഇവിടുത്തെ ഈ ജോലി കൂടി ഇല്ലാതാക്കരുതെന്ന് പറഞ്ഞപ്പം, കാഞ്ചനെ നീ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി നിന്നോളാനും അല്ലെങ്കിൽ ഇന്ന് തന്നെ നിന്റെ ജോലി തിരക്കുമെന്നും രേഖ പറയാം. ഞാൻ ഇനി മര്യാദയ്ക്ക് വേറെ ചെയ്തോളാം, ഫൈറ്റ് വേണ്ട, ഞാൻ എല്ലാ പണിയും ചെയ്തോളാം എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ, കാഞ്ചനയ്ക്കായിട്ട് ഫൈറ്റ് ചെയ്യുന്നതേ ഞാനല്ല, കണ്ണേട്ടൻ ഇന്നലെ ഒരാളെ കൊണ്ടുവന്നില്ലേ, ആ തെരിയുമേ മാമൻ്റെ ഫ്രണ്ട് രഞ്ജു മഹാ. അതോ ഫ്രണ്ടൊന്നും അല്ല, ഗോവിന്ദേട്ടൻ ഇവിടേക്ക് കൊണ്ടുവന്ന പുതിയ ജോലിക്കാരിയാണെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അയ്യോ എന്ന് പറഞ്ഞിരിക്കുക. അപ്പോൾ എനിക്കെതിരെയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അതേന്ന് പറഞ്ഞു. ഇവർ രണ്ടുപേരും കൂടെ കാഞ്ചന ഇളക്കി വിടുക. സൂക്ഷിച്ച് നിന്നില്ലെങ്കിലേ കാഞ്ചനയ്ക്ക് ഇവിടുന്ന് ഇറക്കി വിടുമെന്നും ഇവർ പറഞ്ഞ് പേടിപ്പിക്കാം. അതൊക്കെ മുമ്പേ ഞാൻ അവളെ ഓടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും രഞ്ജു അടുക്കളയിലേക്ക് വന്നു. അപ്പോൾ ഇവരെല്ലാവരും കൂടെ ജോലി ചെയ്യുമല്ലേ. അപ്പോൾ ഇവരെ 3 പേരെയും കൂടെ കണ്ടപ്പോൾ രഞ്ജു ഇങ്ങനെ എല്ലാത്തിനെയും മാറി മാറി നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. എന്നിട്ട് ഒരു ചിരിയും ചിരിച്ച് അടുക്കളയിലേക്ക് ചെന്നു. ഇവരാരും രഞ്ജുവിനെ മൈൻഡ് പോലും ചെയ്യുന്നുമില്ല.
ആ സമയം നിങ്ങളെന്താ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയോ എന്ന് ചോദിച്ചു. ഇവിടെ എന്നും ഇങ്ങനെയാ, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചയ്ക്ക് ടിഫിനുമാണെന്ന് പറയാം നമ്മുടെ കാഞ്ചന. അത് കേട്ടപ്പോഴേക്ക് ഇവർക്ക് ചിരി വന്നവരിൽ നിന്ന് ചിരിക്കും കേട്ടോ രണ്ടുപേരും കൂടി. അപ്പോൾ പുള്ളിക്കാരിക്ക് മനസ്സിലായി ഇതൊക്കെ പുള്ളിക്കാരി ഇതാക്കിക്കൊണ്ട് നമ്മുടെ ഗീതു ചെയ്യുന്നതാണെന്ന്. അങ്ങനെ അവരുടെ രണ്ടുപേരുടെയും മുഖഭാവമൊക്കെ ശ്രദ്ധിച്ച് ഞാൻ വീട്ടിൽ ആഹാരം ഉണ്ടാക്കിയിട്ട് കുറേ നാളായി, ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എൻ്റെ കൈ കൊണ്ട് ഉണ്ടാക്കാമെന്ന് കരുതിയാണ് ഞാൻ രാവിലെ എഴുന്നേറ്റത്. അതെന്താ വെപ്പും കൂടിയില്ലാത്ത കുടുംബത്തിൽ നിന്നാണോ വരവെന്ന് ഗീതു ചോദിച്ചപ്പം അല്ല, ഞാൻ PG അക്കോമഡേഷൻ ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പം കേരള സിലബസ് അല്ലല്ലേ എന്ന് കാഞ്ചന ചോദിക്കുവാണേ. ഈ അക്കോമഡേഷനിൽ PGയും പ്രീ ഡിഗ്രിയൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ PG അല്ല കാഞ്ചനെ, ഇത് പെയിൻ ഗസ്റ്റാണ്, ഇയാൾ പെയിൻ ഗസ്റ്റായിട്ട് താമസിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു കൊടുക്കണു നമ്മുടെ കാഞ്ചനയ്ക്ക്. അപ്പോഴേക്കും ഇവർ ഇന്നിങ്ങനെ ചിരിക്കുക. അപ്പോൾ ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത്, ഇഡ്ഡലിയും കടലക്കറിയും ഒരു കോമ്പിനേഷനും ഇല്ലല്ലോ, അല്ലെങ്കിലും ഇഡ്ഡലിയും ദോശയും കഴിച്ച് മടുത്തു, നമുക്കൊരു വെറൈറ്റി പുട്ടുണ്ടാക്കിയാലോ എന്നൊക്കെ ചോദിച്ചപ്പം വെറൈറ്റി പുട്ടോ അതെങ്ങനെ ഉണ്ടാക്കുമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ കാഞ്ചന കയറി ചോദിക്കുമ്പോഴേക്കും അങ്ങനെ ഉണ്ടാക്കുന്ന രീതിയൊക്കെ പറഞ്ഞു കൊടുക്കുക. പക്ഷേ ഇവിടെ ഇപ്പോൾ ഒരു കൂട്ടം ഉണ്ടാക്കുന്നുള്ളൂ, ആ ഒരു കൂട്ടം കഴിച്ചാൽ മതി എന്ന് ഗീതു അങ്ങ് പറയും. അത് കഴിക്കുന്നവരുടെ ഇഷ്ടം കൂടി നോക്കണ്ടേന്ന് ചോദിച്ചു. അതെ ശരിയാ, സ്വന്തം വീട്ടിൽ ഇഡ്ഡലിയേക്കാൾ ഇഷ്ടം പുറത്തുനിന്ന് കൊണ്ടുവരുന്ന പുട്ട എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നേരം നമ്മുടെ കാഞ്ചന പറഞ്ഞു. അപ്പോൾ കണ്ണേട്ടനും പുട്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ കണ്ണേട്ടൻ അങ്ങനെ പുട്ടൊന്നും ഇഷ്ടമല്ല, ഞാൻ ഉണ്ടാക്കുന്നത് എന്തും രുചിയോടെ കഴിക്കുമെന്ന് നമ്മുടെ ഗീതു. അത് വേറൊരു രുചി അറിയാത്തത് കൊണ്ടാണെന്ന് രഞ്ജു. അപ്പോൾ കാഞ്ചന അരിപ്പൊടി എടുത്തതാണ്, ഇന്ന് ഗോവിന്ദേട്ടൻ പുട്ട് കഴിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് ഈ രഞ്ജു ചെയ്യിക്കുക. അപ്പോൾ കാഞ്ചനെ വാഷിംഗ് മെഷീനിൽ കിടക്കുന്ന ഡ്രസ്സ് എടുത്ത് ഉണക്കാനിട്ടിട്ട് വരാൻ പറഞ്ഞുകൊണ്ട് രേഖ പറയുമ്പോൾ പുട്ടുപിടി എടുത്ത് തന്നിട്ട് പോയാൽ മതി എന്ന് രഞ്ജു. ഞാനിപ്പോൾ ഏത് വേല പാക്കണം എന്നും ചോദിച്ചുകൊണ്ട് രഞ്ജു ഇങ്ങനെ ചോദിച്ചു. രഞ്ജുവിനോട് കാഞ്ചന ചോദിച്ചു. ഇത് കേട്ടപ്പോൾ രഞ്ജു ഞാൻ പറഞ്ഞ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. രേഖ പറഞ്ഞു ഞാൻ പറഞ്ഞത് ചെയ്താൽ മതിയെന്ന്. ശരിക്കും പറഞ്ഞാൽ കാഞ്ചനയെ പെടുത്തിയിട്ടിരിക്കുക കേട്ടോ. പാവ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് നെട്ടോട്ട് ഓടും. അപ്പോഴേക്കും ഗീതു കണ്ണുകൊണ്ട് കാണിക്കാം എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ അങ്ങോട്ടേക്ക് നമ്മുടെ കാഞ്ചന അങ്ങ് പോയി. അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ അകത്ത് സ്വയം കയറി അവിടെയുള്ള പുട്ടുപൊടിയും കാര്യങ്ങളൊക്കെ നോക്കുവാണ് രഞ്ജു. അപ്പോൾ പുട്ട് നന്നായിട്ടുണ്ടാക്കാൻ എനിക്കറിയാമെന്ന് ഗീതു പറഞ്ഞു. നേരത്തെ കിഷോറിന് പണി കൊടുത്തതുപോലെ നമുക്ക് പുട്ടിനകത്ത് ഉപ്പിൻ്റെ പണി കൊടുത്താലോ എന്ന് രേഖ പതുക്കെ ഗീതുവിനോട് ചോദിക്കുക. അങ്ങനെ ഇവർ രഞ്ജുവിനോട്ടുള്ള പണി കൊടുക്കാനുള്ള പരിശ്രമങ്ങൾ നടത്തുന്നു. ഇതൊന്നും മൈൻഡ് ചെയ്യാതെ നമ്മുടെ രഞ്ജു അരിപ്പൊടി കിട്ടിയെന്നും പറഞ്ഞുകൊണ്ട് പണിയെടുക്കാനായിട്ട് തീരുമാനിച്ചു. എന്തായാലും ഞാൻ വന്ന കാര്യത്തിന് തീരുമാനമായി, ഞാൻ ഇനി പുട്ടുണ്ടാക്കാൻ പോവാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതുവിനോട് പറഞ്ഞിട്ട് രഞ്ജു പുട്ടുണ്ടാക്കാനായിട്ട് തുടങ്ങുന്നു. അപ്പോഴേക്കും ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അമ്മയും മക്കളും കൂടെ വന്നിരുന്നു. അപ്പോഴേക്കും അവിടെ നമ്മുടെ രഞ്ജു ഫുഡ് കൊണ്ടുവന്ന് വെക്കുന്നു, ഗീതുവിൻ്റെ ഫുഡ് കൊണ്ടുവന്ന് വെക്കുന്നു. അപ്പം ഗീതു ഉണ്ടാക്കിയത് വേറെ ഫുഡാണെന്നും ആ ഫുഡ് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല എന്നും പറഞ്ഞു. അതുകൊണ്ട് എനിക്കും ഗോവിന്ദേട്ടനുമായി ഞാൻ പുട്ടുണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു രഞ്ജു. എനിക്ക് ഇഡ്ഡലിയേക്കാൾ ഇഷ്ടം പുട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഗോവിന്ദൻ മനസ്സറിയാവുന്നത് കൊണ്ടല്ലേ ഞാനത് ഉണ്ടാക്കിയത് എന്നും പറഞ്ഞു. അങ്ങനെ ആ സമയം ഈ രഞ്ജു കിട്ടിയ അവസരം മാക്സിമം ഉപയോഗിക്കും. എന്നിട്ട് പുട്ടൊക്കെ എടുത്ത് ഗോവിന്ദനെ സെർവ് ചെയ്തൊക്കെ ഇരിക്കുന്നു. പുട്ടും കടലക്കറിയും അടിപൊളി, ഇന്നൊരു പിടിക്കാം എന്നും പറഞ്ഞു ഗോവിന്ദൻ. പുട്ട് രഞ്ജുയുടെ വകയും കടല ഗീതു ഉണ്ടാക്കിയതും ആട്ടോ എന്ന രേഖ നേരം പറഞ്ഞു. അത് കേട്ടപ്പോൾ ഇവർ അമ്മയും മോനും കൂടി ഇങ്ങനെ നോക്കാം. പുട്ടും കടലക്കറിയും നല്ല കോമ്പിനേഷൻ ആണെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ വിളമ്പി തരാമെന്നും പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി അതൊക്കെ വിളമ്പി കൊടുക്കുന്നു. അങ്ങനെ നമ്മുടെ ഗോവിന്ദൻ അത് കഴിക്കാനൊക്കെ ആയിട്ട് തുടങ്ങണം. അപ്പം നിക്ക് കണ്ണേട്ടാ നിക്ക് കണ്ണേട്ടാ, ഇത് ഞാൻ കണ്ണേട്ടനുണ്ടാക്കിയ പ്രത്യേകം ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞ് ഗീതു വന്നു. ഇത് കഴിച്ചാൽ മതിയെന്ന് ഗീതു. അപ്പോഴേക്കും അമ്മയും മോനും കൂടി ഇവിടെ എന്നൊക്കെ പറഞ്ഞ് തലയാട്ടുന്നുണ്ട്. അപ്പോൾ ഇഡ്ഡലി എന്നും ഉണ്ടാക്കുന്നതല്ലേ, പുട്ട് എൻ്റെ സ്പെഷ്യലാണ്, ഗോവിന്ദേട്ടൻ ഇത് കഴിച്ചോളൂ എന്ന് പറഞ്ഞു രഞ്ജു. നമ്മൾ ആരുടെ കൂടെ നിൽക്കും, പുട്ടോ ഇഡ്ഡലിയോ ഒന്ന് പതുക്കെ വരുൺ അമ്മയോട് ചോദിക്കുമ്പോൾ ഈ മത്സരം എവിടം വരെ പോകുമെന്ന് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഭക്ഷണം ഏത് വേണമെങ്കിലും കഴിക്കാം, പക്ഷെ തണ്ണി അത് ഞാൻ കൊണ്ടുവന്നതേ ഉള്ളു കേട്ടോ എന്നും പറഞ്ഞ് കാഞ്ചന അങ്ങോട്ടേക്ക് വന്നു. ഞാൻ രഞ്ജു ഉണ്ടാക്കി പുട്ട് കഴിച്ചോളാം എന്നും പറഞ്ഞ് ഇങ്ങനെ നോക്കി അതെടുത്ത് വെക്കുമ്പോഴേക്കും നമ്മുടെ ഗീതു നല്ല സൂപ്പർ ഒരു ഫുഡ് കൊണ്ടുവന്ന് അങ്ങ് വെച്ചു. ആ മണം വന്ന് പാത്രത്തിൽ നോക്കിയപ്പോൾ അയ്യോ ഇഡലി അല്ലേ ഇടിയപ്പം ആയിരുന്നു എന്ന് ചോദിച്ചു ഗോവിന്ദൻ. നോക്കിയപ്പോൾ ഞെട്ടി, ഗീതു അതുണ്ടാക്കി വെക്കുന്ന ആരും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ നമ്മുടെ ഗീതു ഭയങ്കര സന്തോഷത്തോടെ നമ്മുടെ രേഖയെ നോക്കി കണ്ണിറുക്കി കാണിച്ചു. എന്താ അവർ തമ്മിൽ പ്ലാൻ ചെയ്തതാണ്, അത് എൻ്റെ ഫേവറേറ്റ് ആണ് ഇടിയപ്പം എന്ന് പറഞ്ഞു. അപ്പോൾ കണ്ണേട്ടൻ്റെ ഇഷ്ടങ്ങൾ എന്നെപ്പോലെ വേറെ ആർക്കറിയാമെന്ന് ഗീതു സ്പോട്ടിൽ കയറി ഡയലോഗും അടിച്ചു. അങ്ങനെ പുട്ട് നീക്കി വെച്ചിട്ട് നമ്മുടെ ഗീതുവിൻ്റെ ഇടിയപ്പവും കടലക്കറിയും കൂടെ കൂട്ടി നമ്മുടെ ഗോവിന്ദന് പിടുത്തങ്ങ് പിടിച്ചു.
അപ്പോൾ എനിക്കിത് കഴിക്കുമ്പോണ്ടല്ലോ എനിക്ക് ഇരിക്കുന്നവരെ പോലും തിരിച്ചറിയാൻ പറ്റില്ലേ, സോറി കേട്ടോ എന്ന് പറഞ്ഞ് ഗോവിന്ദൻ വാരി കഴിയും. അടുപ്പത്ത് ഇഡലി പാത്രം ഇരിക്കുന്ന കണ്ടപ്പോൾ പാവ രഞ്ജു ഇഡലിയാണെന്ന് തെറ്റിദ്ധരിച്ചതാ ഗോവിന്ദേട്ടാ എന്ന് നമ്മുടെ രേഖ പറയുക. ശരിക്കും ഞാനും ഇഡലിയാണെന്നാ ധരിച്ചത് കേട്ടോ എന്ന് പറഞ്ഞപ്പം വിചാരിച്ചിട്ട് കാര്യമില്ല, ഇഡലിയും ഇടിയപ്പവും തിരിച്ചറിയാനുള്ള ബോധം വേണമെന്ന് പറഞ്ഞു ഗീതു അന്നേരം. എന്നും പറഞ്ഞു നമ്മുടെ കാഞ്ചന ഇങ്ങനെ നിൽക്കുക. ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ നേരത്തേക്ക് നമ്മുടെ രഞ്ജു. അപ്പം നല്ല സോഫ്റ്റാണ്, കഴിക്ക് കണ്ണേട്ടാന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുമ്പം ആ സൂപ്പർ ഇടിയപ്പമാണെന്ന് നമ്മുടെ രാധികയും പറഞ്ഞു. അപ്പം അതിന് മാമി കഴിച്ചില്ലല്ലോ. ആവി വന്നപ്പോൾ തന്നെ ക്വാളിറ്റിയുടെ മണം വന്നു എന്ന് രാധിക പറയണം. നമുക്കും ഇടിയപ്പം തന്നെ കഴിക്കാം അല്ലേ വരുൺ എന്നും പറഞ്ഞു അമ്മ പറഞ്ഞപ്പോഴേക്കും നമ്മുടെ മക്കൾ അമ്മയ്ക്കും അങ്ങ് കൊടുത്തു. ഗോവിന്ദൻ ആസ്വദിച്ച് അങ്ങനെ കഴിക്കണം. ഇത് കഴിക്കുന്നതുകൊണ്ട് രഞ്ജുവിന് ഭയങ്കര ദേഷ്യവും വന്നു. അപ്പോൾ അടുക്കളയിൽ വെച്ച് നമ്മുടെ ഗീതു പറഞ്ഞ കാര്യങ്ങൾ ആലോചിക്കുക. ഞാനുണ്ടാക്കിയത് എൻ്റെ കണ്ണേട്ടനെ കൊണ്ട് കഴിപ്പിക്കാനേ എനിക്കറിയാമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് മനസ്സിൽ വെച്ചാണ് അവളത് പറഞ്ഞതെന്ന് അന്നേരമാണ് രഞ്ജുവിന് മനസ്സിലായത്. അങ്ങനെ ഗോവിന്ദനെ വശീകരിക്കാൻ വന്ന നമ്മുടെ രഞ്ജുവിന് ഭക്ഷണത്തിൽ പണി കൊടുത്ത് നമ്മുടെ ഗീതു ഗോവിന്ദനെ വലിച്ചെടുത്തു. അങ്ങനെ ഇത്രയും നല്ലൊരു അവസരം നമ്മുടെ ഗീതുവിന് കിട്ടുകയും ചെയ്തു. പിന്നെ ഉന്തിൻ്റെ കൂടെ ഒരു തള്ളെന്ന് പറഞ്ഞതുപോലെ രാധികയുടെ വക ഒരു പുകഴ്ത്തലും കൂടി അങ്ങ് വെച്ചങ്ങ് കൊടുത്തു. ഇത്രയും നല്ല ഇടിയപ്പം എൻ്റെ ജീവിതത്തിൽ ഞാൻ കഴിച്ചിട്ടില്ല, സൂപ്പർ ഫുഡാണെന്ന് പറഞ്ഞു. ഇത് കേട്ടോ അവർ ഞെട്ടി ഇങ്ങനെ നിൽക്കുക, ഗീതുവും അതുപോലെ തന്നെ രേഖയും ഒക്കെ അവരിങ്ങനെ നോക്കുന്നു. വയറ് നിറച്ച് കഴിക്കുക രാധിക. വരുൺ പോലും അന്താളിച്ചു പോയി രാധികയുടെ കഴിപ്പ് കണ്ടിട്ട്. അമ്മ ഇത് എന്ത് ഭാവിച്ചു അമ്മേ, പാത്രത്തിലതേ ഒന്നും ഇല്ല അമ്മ, ഇനി പുട്ടേ ഉള്ളമ്മ എനിക്ക് കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ നീ പുട്ട് കഴിച്ചോളാൻ പറഞ്ഞു മകനോട്. അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് ഇടിയപ്പം കാലിയാക്കി മറിച്ച് രഞ്ജുവിൻ്റെ പുട്ട് അവിടെ തന്നെ അങ്ങനെ ഇരിക്കുന്നു. ഈ സമയം നമ്മുടെ കാഞ്ചന വെറുതെ പുട്ടുണ്ടാക്കിയത് കഷ്ടമായിപ്പോയല്ലേ എന്ന് ചോദിച്ചപ്പോൾ രഞ്ജു തുള്ളിച്ചാടി അങ്ങ് പോയി. രഞ്ജു എന്ന് വിളിച്ചുകൊണ്ട് ഗോവിന്ദൻ ഇങ്ങനെ വിളിച്ചു. എന്നിട്ട് ഭക്ഷണം അവിടെ ഇട്ടിട്ട് രഞ്ജുവിൻ്റെ പിന്നാലെ ഗോവിന്ദൻ പോകാൻ തുടങ്ങുന്നു. അപ്പോഴേക്കും അവൾ ഇവിടെ ആരും ഇൻസൾട്ട് ചെയ്യരുതെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു സംഭവം അവിടെ നടക്കണേ. അങ്ങനെ ആ സിറ്റുവേഷൻ എല്ലാം കഴിഞ്ഞ് അവർ ഓഫീസിലേക്ക് പോകുന്നു. ഗോവിന്ദനൊപ്പം ഈ രഞ്ജു തുള്ളിച്ചാടി പോവുക. അപ്പോൾ കയറിക്കോളാൻ പറഞ്ഞു. അങ്ങനെ രഞ്ജു ഗോവിന്ദൻ്റെ കൂടെ വണ്ടിയിൽ കയറാൻ തുടങ്ങി. അപ്പോഴേക്കും ഈ രഞ്ജുവിന് ഒരു ഫോൺ വന്നു. വേഗം രഞ്ജു ഫോൺ എടുത്ത് വിളിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും ഗീതു ചാടി കയറി ഫ്രണ്ടിൽ കയറി വന്നു ഒരുങ്ങിയിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ ഗീതു ഫ്രണ്ടിൽ, രഞ്ജു ബാക്കിൽ കയറിക്കോളാൻ പറഞ്ഞു. പാസഞ്ചേഴ്സിന് കംഫർട്ട് ബാക്ക് സീറ്റ് ആണെന്നും പറഞ്ഞുകൊണ്ട് ഗീതു പറയും. അജാസിൻ്റെ കാറിലല്ലേ നീ ഓഫീസിൽ പോകാറ്, പെട്ടെന്ന് എന്തോ ഒരു മാറ്റമെന്ന് ഗോവിന്ദൻ ചോദിച്ചപ്പം ആ കാറിലെ പോകാവൂന്ന് നിയമമൊന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ലല്ലോ, പക്ഷേ ഭർത്താവിനൊപ്പം മുൻ സീറ്റിലിരുന്ന് യാത്ര ചെയ്യേണ്ടത് ഭാര്യയാണ് എന്ന് നിയമം ഉണ്ടെന്ന് പറഞ്ഞു നമ്മുടെ ഗീതു. അത് ഏത് സെക്ഷനിലാണെന്ന് ചോദിച്ചപ്പം ഇത് IPC GPC ഒന്നുമില്ല, കാർ എടുക്കുക കണ്ണേട്ടാ എന്നും പറഞ്ഞുകൊണ്ട്. എന്നിട്ട് രഞ്ജുവിനോട് ബാക്കിലിരിക്കാൻ പറഞ്ഞു. അപ്പോൾ രഞ്ജു ബാക്കിലിരിക്കില്ലെന്ന് പറഞ്ഞപ്പം എന്താ ബാക്കിലിരിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട്, എന്താ രഞ്ജു അല്ല ഗർഭിണിയാണോ എന്നൊക്കെ ചോദിച്ചു. ഗീതു നീ എന്തൊക്കെയാ പറയുന്നതെന്ന് ചോദിച്ചു ഗോവിന്ദൻ. സോറി, പ്രഗ്നൻ്റ് ആണെങ്കിൽ ഇവിടെ ഇരുന്നോളാൻ പറഞ്ഞപ്പോൾ വേണ്ട ഞാൻ പുറകിലിരുന്നോളാം എന്നും പറഞ്ഞ് രഞ്ജു പുറകിലിരുന്നു. അങ്ങനെ അവരിതേ പോണു. ഗീതുവും ഗോവിന്ദനും വളരെ ഹാപ്പി ആയിട്ട് പോകുമ്പം അങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ഞാൻ പുറകിലിരുന്നാൽ വൊമിറ്റ് ചെയ്യും എന്നുള്ള കാര്യം പറയാം രഞ്ജു. അതിനിതേ ടാബ്ലറ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ടാബ്ലറ്റ് ഒന്നും ഞാൻ കഴിക്കില്ല, എന്തായാലും വൊമിറ്റ് ചെയ്യുന്നത് ഗീതു തന്നെ കോരേണ്ടി വരും എന്നും പറഞ്ഞുകൊണ്ട് ഗീതുവിനോട് പറയണം. എന്നും പറഞ്ഞുകൊണ്ട് ഗീതു. ഛർദ്ദിക്കുന്നവരും ഛർദ്ദി കോരേണ്ടവരൊക്കെ കോരാൻ പറഞ്ഞു ഗോവിന്ദൻ. അല്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നേരത്തേക്ക് നമ്മുടെ ഗീതു ബപ്പ അടിക്കാം കേട്ടോ. അങ്ങനെ അവരങ്ങ് പോയി. അവർ പോയി കഴിഞ്ഞപ്പം വരുണും അതുപോലെ തന്നെ രാധികയും കൂടി നിന്ന് ഇവിടെ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുക. ഏട്ടന് പെൺസുഹൃത്തുക്കളില്ലെന്ന് എൻ്റെ അറിവ്, പക്ഷെ ഇതിപ്പോൾ എവിടുന്ന് ചാടി വന്നു ഇവൾ എവിടുന്ന് വന്നു ഇതൊക്കെ ചിന്തിക്കുന്നു. ഏട്ടനും രഞ്ജുവും തമ്മിൽ സൗഹൃദത്തിനപ്പുറമുള്ളൊരു റിലേഷൻ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നതെന്നുള്ള കാര്യം വരുൺ രാധികയോട് പറയുക. അല്ലെങ്കിൽ അവളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാൻ ഗോവിന്ദൻ ഒരിക്കലും നിന്നു കൊടുക്കില്ലെന്നും പറയണം. അങ്ങനെ അമ്മയും മോനും കൂടി ഈ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നു. അവളെ എങ്ങനെയെങ്കിലും തകർക്കണം, അവളെ തീർക്കാൻ അങ്ങനെ ഒരു പെണ്ണ് തന്നെ വേണമെന്നും വേറെ ആരും പറ്റില്ലെന്നുള്ള കാര്യം രാധിക പറയും. അപ്പോൾ പെണ്ണോ, അങ്ങനെ ഒരു പെണ്ണിനെ ഇവിടുന്ന് കൊണ്ടുവരുമെന്ന് ചോദിച്ചു മകൻ അമ്മയോട്. നിനക്ക് പറ്റുമെങ്കിൽ നീ ചെയ്യുക, പറ്റില്ലെങ്കിൽ വേണ്ട, ഞാനത് ഏറ്റെടുത്തോളാം, ഞാനത് ചെയ്തോളാമെന്നും പറഞ്ഞ് ഇവർ രണ്ടുപേരും കൂടി രഞ്ജുവിനെ കൊല്ലാനുള്ള വഴികളും ഒക്കെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥയും അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും